CPM-ന്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. എൻ്റെ പൊന്നു ചങ്ങാതി, ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തം ഇല്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല, നിങ്ങളാണ്. അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് ബുദ്ധിയുണ്ട്, ഇയാൾക്ക് ബുദ്ധിയില്ല. അവരെ ഞങ്ങൾ മാനവവാദികളാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ആ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി കരാർ എഴുതി കൊടുത്തപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രീ ജെക്സി തോമസ് ഇടപെടരുത്. അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ മിണ്ടിയിട്ടില്ല. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. അതാണ് സാമാന്യ മര്യാദ. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല. അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനുമില്ല. പക്ഷേ ഇനി അയാൾ സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും. എനിക്കത്രേ ഉള്ളൂ. നിങ്ങൾ നിർത്തേണ്ടി വരും, അല്ലെ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും. എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട്. ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തൂ. കാരണം എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്ന്. ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാര് മാനവരാണ്, മാർക്സിസ്റ്റുകാരാണ്, CPM-കാരാണ്, ലെനിനിസമാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്.